വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. CH എന്ന് പറയുന്നത് കേവലം ഒരു രണ്ടക്ഷരമല്ല, ഒരു സമൂഹത്തിന് നവോത്ഥാനത്തിൻ്റെ വെളിച്ചം നൽകിയ ഒരു മഹാനായ നായകനായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. എമ്മേഴ്സന്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, "Give me the names of 10 powerful personalities. I will tell you the history of all human beings." നിങ്ങളൊരു 10 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പേര് പറഞ്ഞാൽ ഒരു മനുഷ്യരാശിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. "Give me the name of prophet of Muslim. I will tell you the history of Islam." നിങ്ങൾ മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ പേര് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. "Present me with Napoleon. I will tell you the history of modern Europe." നിങ്ങൾ നെപ്പോളിയനെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ആധുനിക യൂറോപ്പിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്, ഒരു പേര് കേട്ടാൽ ചരിത്രം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒരു പേര് കേൾക്കുമ്പോഴേക്ക് ചരിത്രം പറയാൻ കഴിയുന്ന ഒരു മഹാനായ നേതാവായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവില്ല. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. CH എന്ന് പറയുന്നത് കോഴിക്കോട്ടെ കോർപ്പറേഷൻ കൗൺസിലറായി, പിന്നീട് നിയമസഭാ സാമാജികനായി, വിവിധ വകുപ്പുകളുടെ മന്ത്രിയായി, ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ മന്ത്രിയായി, സ്പീക്കറായി, കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായി, അങ്ങനെ ഒരു വ്യക്തിത്വം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇല്ല എന്ന് തന്നെയാണ്. അത് തന്നെയായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. നവോത്ഥാനത്തിന്റെ തുടർ പ്രക്രിയ, ആ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്നത്തെ ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ നിങ്ങൾക്കുള്ള ഇരട്ട സന്തോഷം എന്ന് പറയുന്നത് ഇതിന്റെ ലോഞ്ചിങ് നിർവഹിക്കാനെത്തിയത് ഈ നവോത്ഥാനത്തിന്റെ തുടർ പ്രക്രിയക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലുള്ള അതിയായ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചെയറിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയൊക്കെ അഗൈരമായ പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.